ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ 6:15 ആയുള്ളേ. അപ്പോൾ ടിപ്പുവിനെയും കൊണ്ട് പറമ്പിക്കൂടെയൊക്കെ ഒന്ന് കൊണ്ടുനടന്ന് വെച്ച് ഇപ്പോൾ തിരിച്ച് വന്ന് അവൻ ബിസ്ക്കറ്റ് മേടിക്കാൻ വന്ന് അതിൻ്റെ അടുത്ത് അടുക്കളയിൽ കയറി വരുന്നതാണേ. ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് പോയി അവിടെ പോയി കിടന്ന് കഴിച്ച് വെച്ച് കൂട്ടി കയറി. ഇന്ന് കൂട്ടി കയറാൻ മടിയാ. ഇവനെ ഞങ്ങളൊരു 45 ദിവസമൊക്കെ ആകുമ്പോൾ മേടിച്ചതാണേ. ഇവനിപ്പോൾ 5 വയസ്സ് കഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന, പക്ഷേ ഇവൻ കടിക്കും, ഞങ്ങളെ മാത്രമേ കടിക്കത്തില്ലാത്തുള്ളേ. അതുകൊണ്ട് തൊടലേല പുള്ളി പുറത്തിറക്കത്തുള്ളൂ. അപ്പുവായിട്ടാണ് ഭയങ്കര കമ്പനി. അപ്പു എപ്പോഴും അവനെ കൊണ്ടു നടക്കുന്നത്. ഞങ്ങളെല്ലാവരുമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും അവൻ കൈ കാണിച്ച് വിളിക്കും, ഓരോ ശബ്ദമൊക്കെ കേൾപ്പിക്കും. മനുഷ്യനാണോ എന്ന് ചിലപ്പോൾ തോന്നും ഇതിൻ്റെ ഓരോ കാട്ടയങ്ങളൊക്കെ കാണുമ്പോളേ. നമ്മളെ അന്വേഷിച്ച് വരും, കയറി വന്ന്. അപ്പം നന്ദു ആണെങ്കിലും എഴുന്നേക്കാൻ താമസിച്ചാൽ പതുക്കെ എൻ്റെ ഇടയ്ക്കൂടെ കയറി വന്ന് നന്ദു എന്ത് ചെയ്യുന്നു നോക്കും. ഓരോരുത്തരും അന്വേഷിക്കുവേ. അപ്പോൾ വണ്ടിയുടെ അവന് തികഞ്ഞില്ല ബിസ്ക്കറ്റ്. 2 എണ്ണം ഞാൻ കൊടുക്കത്തുള്ളൂ ബിസ്ക്കറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ ബഹളം ഉണ്ടാക്കുന്നത്, പോകാതിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇടിയപ്പത്തിനും ഇഡ്ഡലിക്കും പാലപ്പത്തിനും ഒക്കെ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നത് 2-3 വിസിലടിക്കേണ്ട താമസമുള്ളൂ. അതെന്ന് പറയാൻ മഞ്ഞ കളറിൽ ഇരിക്കുന്ന കറിയാണ് ഇവർക്ക് ഇഷ്ടമേ. അപ്പം ക്യാരറ്റും കിഴങ്ങും സവാളയും പിന്നെ 2-3 വെളുത്തുള്ളിയും 2 ചുവന്നുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സവാള ഉണ്ടല്ലോ. പിന്നെ കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കരിയാപ്പിലയും. പിന്നെ ഇതിനകത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കുമ്പം പിന്നെ ഗ്രാമ്പും കറുവായും പെരിഞ്ചീരകവും, അത്രയും സാധനം വേണേ. എന്നിട്ട് കടുക്, ഇപ്പം നമ്മൾ പാലപ്പത്തിനോ ഇടിയപ്പത്തിനോ ആണെങ്കിൽ ഈ കടുക് പൊട്ടിക്കുന്ന കൂടെ 1 സ്പൂണ് ഉഴുന്നും കൂടി ഇടണം കേട്ടോ. ഇതിപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ട്, ഇഡ്ഡലിക്കാണ് ഉണ്ടാക്കുന്നത്, ഇഡ്ഡലി ആയതുകൊണ്ട് ഞാൻ ഉഴുന്നിട്ടിട്ടില്ല. എന്നിട്ട് കടുക് പൊട്ടിച്ച് കരിയാപ്പില ഇട്ട് ഈ കറുവായും ഗ്രാമ്പുവും പെരിഞ്ചീരകവും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ പച്ചക്കറി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, വെജിറ്റബിൾ, അതെല്ലാം കൂടി അതിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് ഇട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇടുക, വെള്ളം ഒഴിക്കുക, കുക്കർ അടച്ച് വയ്ക്കുക. എന്നിട്ടൊരു 3 വിസിലടുപ്പിച്ചാൽ കറി റെഡിയായി. നമ്മുടെ ഇഡ്ഡലി വേകുന്നതിനുപ്പുറം തന്നെ ഈ കറി വെന്തിരിക്കേ. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മളതൊന്ന് കുത്തി ഉടച്ച് നമ്മുടെ ആവശ്യത്തിന് ഉള്ള വെള്ളം പോരായെങ്കിൽ വെള്ളം പിന്നെ ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലെ വെള്ളം കൂടിപ്പോയെങ്കിൽ തൊണ്ടകമ്പരമാണേ. വെള്ളം കൂടി പോവുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഇച്ചിരി മൈദായോ അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കിഴങ്ങ് ഉടയ്ക്കുമ്പോൾ അത് ശരിയാവും ആറുമ്പോഴേ. അതല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ ഇരിപ്പുണ്ടെങ്കിൽ അത് കൂട്ടൊരു ഇച്ചിരി ഇട്ട് ഒന്ന് കലക്കി ഒന്ന് ഒഴിച്ചാൽ മതി. അന്നേരം അത് കറക്റ്റാവുമേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരികയില്ല. ഇതിപ്പോൾ അപ്പുവിന് കുറേ കൃഷികളുണ്ടല്ലോ. അപ്പോൾ ഈ വിത്തൊക്കെ മുളപ്പിച്ച് കയറി വന്നിരിക്കുന്ന വിത്തുകളാണേ. അവർ 6:30 ആയിട്ടുള്ളൂ ഇപ്പം നേരം. എന്നിട്ട് അവന് ചാണകം കലക്കി ഒഴിക്കുമോ അതിൻ്റെ അകത്തൂടെ എല്ലാം. രാവിലെ എന്നിട്ട് വേണം ഇനി കോളേജിലൊക്കെ പോകാനേ പുള്ളി. ഞാൻ നേരത്തെ കേൾക്കും, 4:30 ആകുമ്പോഴേ. ഇവനെ 5 മണിയാകുമ്പോൾ 5:15 ആകുമ്പോൾ ഞാൻ വിളിക്കും. അത് കഴിഞ്ഞാണ് അവന് ഇതെല്ലാം ചെയ്തിട്ടാകും പോകുന്നത്. അവൻ്റെ ഒരു, നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, സ്വന്തമായിട്ട് ചെയ്യുന്നതാണേ. ടിപ്പുവിന് ബിസ്ക്കറ്റ് തികഞ്ഞില്ല, എന്നെ കൈ കാണിച്ച് വിളിക്കുന്ന, കുക്കർ അടിക്കുന്നതുകൊണ്ട് ഞാൻ കയറിപ്പോന്നേ. ഇഡ്ഡലി എല്ലാം റെഡിയായി. നിങ്ങൾ ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കുന്നതായിരിക്കും, ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാവരും ഉണ്ടാക്കുന്ന, എന്നാലും ഭയങ്കര ഈസിയാണ്. അറിയാൻ മേലാത്ത ആരിലേക്കും ഉണ്ടെങ്കിലേ. നന്ദു പഠിക്കുവാണ്, ഒന്തി ഉരുട്ടണം പഠിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ. അവന് ഇരിക്കാൻ ഭയങ്കര മടി, അടങ്ങിയിരിക്കുന്ന ടൈപ്പല്ല നന്ദു. 2 പേർക്കും 2 സ്വഭാവമാണ്. പിന്നെ നമ്മൾ കറി വാങ്ങി അതിൻ്റെ 3 വിസിൽ കറക്റ്റ് മതി. 3 വിസിൽ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ആ എയർ പോയി കഴിയുമ്പോഴത്തേനും അത് വേകും. ഇപ്പോൾ പെട്ടെന്ന് എയർ എടുത്ത് കളഞ്ഞ് നമുക്കത് എടുക്കണമെന്നാണെങ്കിൽ 4 വിസിലടിപ്പിച്ചാൽ മതി. അല്ലെങ്കിലും ഇതിനകത്ത് അങ്ങനെ അധികം വേകാനൊന്നുമില്ലല്ലോ. പിന്നെ അതൊന്ന് ഉടച്ചെടുത്ത് കഴിയുമ്പോൾ പോരായ്മയുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഉപ്പാണെങ്കിൽ ഉപ്പ് അങ്ങനെ ചേർത്തിച്ചാൽ മതി. വളരെ നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറൊരു ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഉണ്ടാക്കി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ശരി, നാളെ കാണാം. ബായ്.